അങ്ങോട്ട് മാറിയില്ലേ? ഞങ്ങളുടെ ബൂത്തിന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറിയില്ലേ? നീ ഞങ്ങളുടെ ഈ ബൂത്തിൽ ആരും ഇല്ലേ? വെരലോട് സംസാരിച്ചല്ലത്. നേരം എടുത്തപ്പോ 60 വോട്ട് ചെയ്ത് നീര് വീണതാ. വണ്ടി കൈ വിവരല്ല. മഷി നടന്നിട്ട് മഷിയോടെ ഇനി വോട്ട് ചെയ്യണ്ടേ? അപ്പൊ ഇനിയും കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി നടക്കാം. ഇനി അരമണിക്കൂറുണ്ട്. നിനക്കൊക്കെ നാണാവൂല. നീ എന്റെ ബൂത്തിനടുത്ത് വന്ന് ഇരുന്നിട്ട് അങ്ങോട്ട് നീങ്ങിക്ക്. ഇതാണ് എന്റെ ബൂത്ത്. എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു പാർട്ടിയുടെ പ്രതിനിധിയാവുമ്പോ ആ ഓഫീസിൽ ഒരാളെങ്കിലും വേണ്ടേ? അത് വേറെ സംഭവം ഉണ്ടായി. ഞങ്ങളെല്ലാം കൂടി അവിടെ നിക്കണായിരുന്നേ. അപ്പൊ ഒരുത്തൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന്, എന്നിട്ട് ആ വോട്ട് ചെയ്യണ മഷിയില്ലേ അതെടുത്തിട്ട് ഓടിക്കളഞ്ഞവൻ. അവന് ഒറ്റ ഓട്ട. പിന്നെ ഞാനും പിന്നെ പോലീസുകാരും ഒക്കെ കൂടി ഓടിച്ചിട്ട് പിടിച്ചിട്ട് അവനോട് എന്തിനാണ് മഷി എടുത്തിട്ട് ഓടിയെന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞേ, വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞ് ഇവരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ പിന്നെ ഇവരെ കാണണമെന്നുണ്ടെങ്കിൽ മഷിയിട്ട് നോക്കണമെന്ന്. അതിനുവേണ്ടി എടുത്തോണ്ട് പോയതാണ് അവൻ. അത് തന്നെ താനാരാ? എനിക്ക് മനസ്സിലായി. ഞാനൊരു പൗരൻ. ആ പൗരനാണെങ്കിൽ ഞങ്ങൾ അറിയിക്കും. അല്ല, കാര്യം നമ്മള് 3 പാർട്ടിക്കാരാണ്, ശത്രുക്കളാണ്. അതൊക്കെ ഇവിടെ ജയിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടാണ്. ഓക്കെ, നമുക്കിനി പഴയ പോലെ തന്നെ കൂട്ടുകെട്ടാക്കാം. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോ നമുക്ക് വീണ്ടും ശത്രുക്കളാകാം. നിന്റെ ബൂത്തിന്റെ കസേരയിൽ ഇരുന്നോട്ടറാ. പക്ഷെ വേറെ കേസുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും മനസ്സിലായി. പത്രികയുടെ കാര്യം പറ. അല്ലല്ല, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിൽ ഒരു സ്ത്രീക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് തന്നെ നമ്മൾ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഭയങ്കരമാണ്. ഇപ്പൊ തന്നെ ഖജനാവ് കാലിയാണ്. എന്നിട്ടാണ് ഒരു സ്ത്രീക്ക് എന്തോരം സ്ത്രീകളുണ്ട് നമ്മുടെ ഈ രാജ്യത്ത്. അവർക്കൊക്കെ 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുവാ? എവിടെ നിർത്ത് കൊടുക്കും? ഈ ഭാരതത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ നല്ല പ്രകടന പത്രികയിൽ. പിന്നെ ഭാരതത്തിൽ ഒരു സ്ത്രീക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീക്ക്. ദൈവമേ, ആ ഒരു സ്ത്രീ എന്റെ ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും ആയിരിക്കണേ. എന്റെ പ്രാർത്ഥന അത്രയേ ഉള്ളൂ.